സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അത് നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റൂല. 4 ടയർ ഭാഗങ്ങളൊക്കെ പുത്തൻ മിച്ചിലിന്റെ 4 പുത്തൻ ടയർ ഇട്ടതാണ്. അപ്പൊ ഒന്നും നോക്കാനില്ല, നേരെ ഫ്യൂൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി. എല്ലാം പക്കയാണ്. നമ്മൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിട്ടാണ് കൊടുക്കുക. ₹1 പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഈ ഒരു വാഹനം ഇറക്കാം. 16 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ്. ₹90 കൊടുക്കാം. ₹90 അല്ലെ? 180 കൊടുക്കാം. 180 അല്ലെ? ഇതില് ലോൺ സൗകര്യം ഉണ്ടോ? ഒരു 1 ലക്ഷം വരെ ലോണും ചെയ്യാൻ പറ്റും. 875 ക്യാഷ് ബാക്കിൽ കൊടുക്കാം. ക്യാഷ് ബാക്കിൽ 9 ലക്ഷം വരെ ലോൺ കിട്ടും. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു കളക്ഷനൊക്കെ ആയിട്ടാണ് ബ്ലൂബെറിയിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് ചെറിയ ബഡ്ജറ്റുള്ള ഒത്തിരി വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പോളോ റെഡിലൊക്കെ നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനം, അതേപോലെ ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഏകദേശം ലോങ് ഡ്രൈവിൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ സൺറൂഫ് കാര്യങ്ങളും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്ന WRV ഉണ്ട്. അതേപോലെ തന്നെ എത്തിയോസ് ലിവ, നമ്മളെല്ലാവരും നോക്കുന്ന കുറഞ്ഞ മെയിൻ്റെനൻസും അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. അത് ഡുവൽ ടൂണിലൊക്കെ ഒരു വാഹനം. അതേപോലെ 7 സീറ്റർ നല്ല ക്വാളിറ്റിയും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്നൊരു 7 സീറ്റർ ഡീസൽ എക്സ് ആണ്. അതേപോലെ നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ചെറുവാഹനം നോക്കുന്നവർക്ക് നാനോ ഉണ്ട്, പൂണ്ടോ വരുന്നുണ്ട്, സാധാ നമ്മളെ ഓൾഡ് മോഡലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഓൾട്ടോ വരുന്നുണ്ട്, അതേപോലെ ഒമ്നി, അങ്ങനെ എല്ലാ റേഞ്ചുള്ള വാഹനങ്ങളും, അതേപോലെ ബൊലോറോ, i20, വീണ്ടും പോളോ, അങ്ങനെ അത്യാവശ്യം എല്ലാം ഒരു മിഡ് റേഞ്ചിൽ സാധാരണക്കാരന് അഫോർഡബിളായ റേറ്റിലുള്ള ഒത്തിരി വാഹനങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബ്ലൂബെറിയിലാണ് ലൊക്കേഷൻ വരുന്നത്. മലപ്പുറം കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നിന്നും കേശിയർ റൂട്ടിൽ ചെറിയ മൂച്ചിക്കലിലാണ് ബ്ലൂബെറി യൂസ്ഡ് കാർസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നല്ല ബഡ്ജറ്റിൽ വാഹനങ്ങൾ നോക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തോന്നുന്നത് ഓഫ് റോഡും SUV-യിലൊരു വിപ്ലവം തന്നെ കൂടുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറിൽ വരുന്ന റെനോ ഡസ്റ്റർ ആണ്. ഇതിന് RXS S ആണ് ഇതിൻ്റെ ഓപ്ഷൻ. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് അലോയ്സ്, റിയറിൽ വൈപ്പർ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, കൂടെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള അത് സീറ്റ് കവേഴ്സ്, ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത ഡീസലാണ്. അത്യാവശ്യം ഏകദേശം ഒരു 18-20 മൈലേജും കാര്യങ്ങളും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. സോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ഇത് 2ാമത്തെ ഓണർ ആയിട്ടുള്ളൂ. 1 ലക്ഷം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 85 എഞ്ചിനാണ് വരുന്നത്. 85 ആകുമ്പോൾ പൊതുവെ നമുക്ക് മൈലേജ് കിട്ടും, മൈലേജും ഉണ്ടാകും, കുറഞ്ഞ മെയിൻ്റെനൻസ് കുറയുമല്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? 2ാമത്തെ ഓണർ. ഏതായിരുന്നു മോഡൽ വരുന്നത്? 2016 മോഡൽ വണ്ടി. 16 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ 1 ലക്ഷം കിലോമീറ്റർ. നമ്മൾ എത്ര രൂപയ്ക്ക് ഈ വാഹനം ചെയ്യാൻ ഫുൾ എമൗണ്ട് ലോൺ ഇട്ട് ചെയ്ത് കൊടുക്കുക. 539 നമ്മളതിന് വില ഉദ്ദേശിക്കുന്നത്. 539 ചോദിക്കുന്നത്. അപ്പോൾ ട്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ₹1 പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഈ ഒരു വാഹനം ഇറക്കാം. 16 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് 85 കേട്ടോ. ദെൻ ഡീസലിൽ അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ ഒരു വാഹനമാണ്. മാരുതിയുടെ ഒരു അടിപൊളി വാഹനമാണ് റിഡ്സ്. അതിന് ന്യൂ ഫേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡലാണ്. KL56 കോഴിക്കോട് കൊയിലാണ്ട് രജിസ്ട്രേഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന VDI ഓപ്ഷനാണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ്, ഒരു ആവറേജ് കണ്ടീഷൻ കാര്യങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, മ്യൂസിക് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010 മോഡൽ വണ്ടിയാണ്. ഇത് ന്യൂ മോഡലിൽ കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. 5ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 1,12,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ. 5ാമത്തെ ഓണർഷിപ്പിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റൂല. ഹിസ്റ്ററി എടുത്ത് നോക്കണ്ടേ. എഞ്ചിന് മെക്കാനിക്കലി ഫിറ്റ് ആണ്. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 5 വർഷത്തെ പേപ്പർ ഉണ്ട്. 2030 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് നമ്മൾ? 180 കൊടുക്കാം. 180 അല്ലേ? ഇതില് ലോൺ സൗകര്യം ഉണ്ടോ? ഒരു 1 ലക്ഷം വരെ ലോണും ചെയ്യാൻ പറ്റും. ഡീസൽ വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം നമുക്ക് ഒരു ഫാമിലിക്കും അതേപോലെ തന്നെ ചെറിയൊരു ബിസിനസ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഒമ്നി. അത് അത്യാവശ്യം മോഡൽ കൂടിയൊരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2013 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. സെക്കൻഡ് കീ അവൈലബിൾ ആണ്. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 3 സീറ്റ് കൂടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ 7 സീറ്റർ ആണ്. ഓൾറെഡി 7 സീറ്റർ RC-യിൽ വരുന്നുണ്ട്. RC-യിൽ തന്നെ 7 സീറ്റർ ആണ്. സോ അത്യാവശ്യം നല്ല വലിയൊരു ഫാമിലിക്ക് തന്നെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അല്ലേ? യെസ്. അപ്പോൾ ഇതിന്റെ പിന്നെ കിലോമീറ്റർ എങ്ങനെയാണ്? CNG കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓൺലി പെട്രോളിൽ മാത്രം ഓടിയ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി നമുക്ക് 1,56 ഫൈനൽ. 1,56 അല്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയിരിക്കും. മോഡൽ 12 13 മോഡൽ സിംഗിൾ ഓണർ, സെക്കൻഡ് ഗിയർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. അത് നമുക്ക് സർവീസുള്ള വണ്ടിയാണ് അല്ലേ? 1 ലക്ഷം വരെ ലോൺ ചെയ്യാം. പിന്നെ അത്യാവശ്യം അടുത്ത് നമുക്കൊരു ഫാമിലിക്ക്, ചെറിയൊരു ഫാമിലിക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്
ഓൾട്ടോ അല്ലേ, അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്, വൈറ്റ് ആണ്. LXi ആണോ വരുന്നത്? 2010 മോഡൽ LX ആണ്. LXi ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല അല്ലേ? പവർ സ്റ്റിയറിംഗ് ഇല്ല. അഡീഷണലി ചെയ്യണവർക്ക് ചെയ്യാം, നിലവിലില്ല. നിലവിലില്ല അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 1 lakh. 1 lakh കിലോമീറ്റർ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ? പുതിയ പേപ്പറുള്ള വണ്ടി ഉണ്ട്. നമുക്ക് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം അല്ലേ? ഓൺഷിപ്പ് മാറിയിട്ടില്ല. ഓക്കെ. ഓൺഷിപ്പ് 2 ആയിട്ടുള്ളൂ. 2 ആയിട്ടുള്ളൂ. അപ്പോൾ 2010 മോഡൽ അല്ലേ? അതെ. 9 മോഡൽ 10 രജിസ്ട്രേഷൻ. പുതിയ പേപ്പർ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത് നമ്മൾ? 90 രൂപ കൊടുക്കാം. 90 രൂപ അല്ലേ? ഇതിന് നമുക്ക് പ്രൈവറ്റ് ലോൺ ഒക്കെ കിട്ടുമോ? ചെറിയ സേർട്ടു ഫിനാൻസുകളൊക്കെ വേണമെങ്കിൽ 19 രൂപയ്ക്ക് വേണമെന്നുള്ളവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. 2010 അതും പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ് അല്ലേ? ഇത് നമുക്ക് പൂണ്ടത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. ഇവോ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇതൊന്നുകൂടി ഒരു സ്പോർട്ടി ലുക്ക് ഒക്കെ ആണ് വണ്ടി. ഇത് നമുക്ക് കോട്ടറജറ്റ് എഞ്ചിൻ തന്നെയല്ലേ? അതായത് സ്വിഫ്റ്റിനൊക്കെ ഇവരാണ് എഞ്ചിൻ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഏകദേശം ആ സ്വിഫ്റ്റിന് കിട്ടുന്ന 18-20 മൈലേജ് കിട്ടും ചെയ്യും. ഏകദേശം സ്വിഫ്റ്റിന് അത്ര കിട്ടൂല. സ്വിഫ്റ്റിനേക്കാളും ബോഡി വെയിറ്റ് ഉള്ള വണ്ടി അതിനെ കൊണ്ട് കുറച്ച് മൈലേജ് ലേശം കുറയും. 18 കിട്ടൂല ലോങ് ഡ്രൈവില്? 18 കിട്ടും, എന്തായാലും കിട്ടും. ഇത് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓൺഷിപ്പ് വരുന്നത് തേർഡ് അല്ല. കിലോമീറ്റർ 113. മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല അല്ലേ? എഞ്ചിന് രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീരജിസ്ട്രേഷൻ ആണ് നിലവിൽ കേൾട്ടണിലായിട്ടുണ്ട്. നിലവിൽ അത് അതർ സ്റ്റേറ്റിൽ വളരെ 1-2 വർഷം മാത്രം ഓടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ തന്നെ. എത്ര ചോദിക്കുന്നത് ഇതിന്? നമ്മള് 230 വരെ ലോൺ ചെയ്തു. 250 വരെ 150 വരെ ലോൺ ചെയ്യാം. മോഡൽ പറഞ്ഞ 2015 മോഡൽ ന്യൂ ടൈപ്പ് ആണ്. ന്യൂ ടൈപ്പ് ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജെൻ അല്ലേ? ആദ്യം ഇറങ്ങിയ മോഡലല്ല, രണ്ടാമത്തെ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നൊരു ജനറേഷൻ ആണ്. ഇത് നമുക്ക് വീണ്ടും ഒരു നാനോ വരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 56,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ചെറിയ കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓൺഷിപ്പ് എങ്ങനെ? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ 5 രൂപ കൊടുക്കാൻ പറ്റും. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിന്റെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ അത്യാവശ്യം എല്ലാ മോഡലുള്ള ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. 56,000 ആൾക്കാർക്ക് ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാൻ മാത്രം ഉണ്ടാവും. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പിൽ 56,000 കിലോമീറ്റർ. റേറ്റ് നമ്മൾ പറഞ്ഞ 75,000 രൂപക്ക് അല്ലേ? ചെറുതായിട്ടൊക്കെ വന്ന് ഇഷ്ടപ്പെടുന്ന മാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇത് നമുക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക്കലി നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ടാറ്റയുടെ ഒരു കിഡ്ലം വാഹനമാണ് ടാറ്റ എക്സ 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ RC ഓണർ വണ്ടിയാണ്. സിംഗിൾ RC ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നല്ല ഫീച്ചറിസ്റ്റിക് ആണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ 5 സ്റ്റാർ റേറ്റിംഗും കാര്യങ്ങളും നല്ല കംഫർട്ടായിട്ട് പോകാം. എങ്ങനെയായിരുന്നു? 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 58,000 കിലോമീറ്റർ അല്ലേ? ഇതിന് സെക്കൻഡ് കീ അവൈലബിൾ ആണ്, സർവീസ് ബുക്ക് അവൈലബിൾ ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നിലവിൽ ഒരു മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ എന്ന് സിംഗിൾ ഡ്രൈവ് എന്ന് പറയാൻ പറ്റുന്ന വണ്ടി. സിംഗിൾ ഡ്രൈവ് അത്രയും നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? നമ്മളിതിന് ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ ക്യാഷ് ബാക്കും കൊടുക്കാൻ പറ്റും. നമ്മൾ 999 ആസ്ക് ചെയ്യുന്നത്. 999 അത് നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റൂല. 4 ടയർ ഭാഗങ്ങളൊക്കെ പുത്തൻ മിച്ചലിന്റെ 4 പുത്തൻ ടയർ ഇട്ടതാണ്. അപ്പൊ ഒന്നും നോക്കാനില്ല, നേരെ ഫ്യൂൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി. എല്ലാം പക്കയാണ്. നമ്മൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിട്ടാണ് കൊടുക്കുക ഈ വണ്ടിക്ക്. അപ്പൊ ഈ ഒരു വണ്ടിക്ക് സ്പെഷ്യൽ ഓഫർ ആണ്. ഫുൾ ടാങ്ക് ഡീസലും കൂടി കൊടുത്തിട്ട് അതും ഫുൾ ഓണിൽ ഇനി വേണമെങ്കിൽ ക്യാഷ് ബാക്ക് ഇറക്കാൻ പറ്റും. 990 അല്ലേ പറഞ്ഞത്? 999. ഇത് നമുക്ക് ടയോട്ട എത്തിയോസ് ലിവ VD അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? അത് 2016 മോഡൽ വണ്ടി. ഡോൾട്ടൂണൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്നത് തന്നെയാണ്. ഒറിജിനൽ കേരളാണ് വണ്ടി? അല്ല, നിലവില് HR രജിസ്ട്രേഷൻ ആണ് വരുന്നത്. HR വരുന്നത് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ എങ്ങനെയായിരുന്നു 16 മോഡല് കിലോമീറ്റർ മോഡൽ വണ്ടി? കിലോമീറ്റർ 1 സംതിങ് വരുന്നുണ്ട്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് അല്ലേ? ഫിറ്റ് ആണ് അല്ലേ? നിലവിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മള് എത്ര വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ഇങ്ങോട്ട് കേരളത്തിലേക്ക് നമ്പർ ആക്കിയതിന്റെ ശേഷം നമുക്ക് 5 രൂപ കൊടുക്കാം. 5 രൂപ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. നിലവിൽ NOC വന്ന് എടുക്കുന്ന വണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് നമ്പർ ആക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ഉള്ളൂ. അപ്പോൾ ആൾ ഇഷ്ടപ്പെട്ട നമുക്ക് നേരെ നമ്പർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഒരു പേർക്ക് മാറി കൊടുക്കാം. VD ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു വണ്ടിയില്ല. ഇത് നമുക്ക് ഒരു കിഡ്ലം ഫീച്ചറിസ്റ്റിക്കും പെർഫോമൻസും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക്
ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹോണ്ടയുടെ WRV. ഇത് നമുക്ക് സൺറൂഫ്, ക്രൂസ് കൺട്രോൾ, അത്യാവശ്യം വരുന്ന ഡീസൽ വേരിയന്റ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 17 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളെ പേരിലേക്ക് വണ്ടി മാറിയതാണ്. ഓക്കെ, രണ്ടാമത്തെ ഓണർഷിപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, കിലോമീറ്റർ ഓപ്ഷനാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. സൺറൂഫ് കാര്യങ്ങൾ 72,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം നമുക്ക് എല്ലാം പക്കായിട്ട് നമുക്ക് പറയാം. ലോണ് മാക്സിമം എമൗണ്ട് ലോണും ചെയ്യാൻ പറ്റും. ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺലൈൻ വണ്ടി ഇറക്കാം അല്ല? എത്ര ഈ ഒരു വാഹനത്തിനോട് ചോദിക്കും? 675. അത് 0 ഡൗൺ പേയ്മെന്റിൽ അടക്കം. ഡീസലിൽ ഏറ്റവും ഫുൾ ലോഡ് 17-18 വണ്ടി അല്ലേ? 17-18 വണ്ടിയാണ് അല്ലേ? ഇത് നമുക്കൊരു പോളോ അല്ല? ഏതായിരുന്നു മോഡൽ? മോഡൽ ഡീസൽ പോളോ ആണ്. ട്രെൻഡ് ആണ്. ബേസ് മോഡലാണ് വരുന്നത്. ബേസ് മോഡൽ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1ന്റെ മുകളിലായിട്ട് ഓടിയിട്ടുണ്ട്. എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് അല്ല? ഫിറ്റ് ആണ്. മൂന്നാമത്തെ RC ഓണർ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ അഡീഷണൽ LCD സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറാണ്, റെഡ് കളർ. മേജർ ആക്സിഡന്റ് ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? എഞ്ചിന് മെക്കാനിക്കൽ എല്ലാം ഫിറ്റ് ആണ്. ഡീസൽ ട്രെൻഡ് ലൈൻ ആണ്. പിന്നെ ഫുൾ എഞ്ചിന് മെക്കാനിക്കൽ. നിലവിൽ നമുക്കൊരു വർക്കും ചെയ്യിക്കാനൊന്നുമില്ല, ഒന്നും ചെയ്യാം. അപ്പൊ റേറ്റ് പറഞ്ഞാൽ നമ്മള് ഇത് നമുക്ക് 180 കൊടുക്കാം. 180. ഒരു ചെറിയൊരു പ്രൈസിന് നമുക്ക് ഒരു പോളോ കൊണ്ടുപോകാം. അത് നമുക്ക് മോഡൽ പറഞ്ഞ 2011 മോഡൽ ഡീസൽ ട്രെൻഡ് ലൈന് 180 അല്ലേ? ഇത് നമുക്ക് ഒരു ന്യൂജൻ i20. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടൊരു വാഹനമാണ്. ക്രൂസ് കൺട്രോള്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2023 മോഡല് സിംഗിൾ RC ഓണറിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് i20 N8 N-Line N8 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നതാണ്. സ്പെഷ്യൽ എഡിഷൻ കൂടിയാണ് അല്ലേ? അതിൽ N8 ആണ്. ആണ് അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? അതായത് സൺറൂഫ് വരും, ടർബോ ഉള്ള ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിൻ. അതായത് DSG ഗിയർ ബോക്സ് ആണ് വരിക. സോ ഒന്നുകൂടി നല്ല പവർഫുൾ സ്പോർട്ടി വാഹനമാണ്. 2023 കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിട്ട് 40,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണോ വരുന്നത്? സിംഗിൾ ഓണർ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 875. ക്യാഷ് ബാക്കിൽ കൊടുക്കാം. ക്യാഷ് ബാക്കിൽ 9.5 ലക്ഷം വരെ ലോൺ കിട്ടും. ഏകദേശം 1 ലക്ഷത്തിന് അടുത്ത് വരെ 10-75,000 രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ വരുന്ന ഏറ്റവും ടോപ്പിന്റെ N-Line N8 i20 2023 ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് ഒരു ബൊലേറോ അല്ല? ഏതായിരുന്നു മോഡൽ വരുന്നത്? 2011 മോഡൽ. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? VLX എന്ന് പറയും. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവറിന്റെ വരുന്ന വണ്ടി. അപ്പോൾ അത്യാവശ്യം നല്ല ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? തേർഡ് ഓണർഷിപ്പ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. എഞ്ചിൻ പിന്നെ AC മെക്കാനിക് ഭാഗങ്ങളെല്ലാം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വരുന്നത് 2 ലാക്ക് വന്നിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ. സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണല്ലേ? എത്ര ഈ ഒരു വാഹനത്തിനോട് ചോദിക്കുന്നത്? നമ്മള് 290 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടിക്ക് നമുക്ക് 2 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 190 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. എഞ്ചിന് നല്ല പാർട്ടിനെ 250 വരെ ലോൺ കിട്ടും. വണ്ടി എടുക്കാം. പൊതുവെ നമുക്കൊരു തുരുമ്പ് പ്രശ്നങ്ങളൊക്കെ വരും. ഇതൊന്നും ഇല്ല അല്ലേ? ഇത് അടിയിലെല്ലാം പിന്നെ ഫൈബർ കോട്ടിങ് ചെയ്ത വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ വർക്കും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് എടുക്കാം. ഒരു വർക്കും ചെയ്യാല്ല, ഒന്നും ചെയ്യാല്ല. നേരെ ഡീസൽ അടിച്ചാൽ ടയർ ഭാഗങ്ങൾ ഒരു ആവറേജ് ഉള്ളൂ. വേറെ കംപ്ലൈന്റുകളൊന്നും വേറെ ഒന്നുമില്ല. പുതിയ ഇൻഷൂർ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എലൈറ്റ് i20 അല്ല? നേരത്തെ ഒരു i20 പരിചയപ്പെടുത്തു. അതിന് തൊട്ട് മുമ്പ് വരെ വന്നിരുന്ന ജനറേഷൻ 2020 മോഡൽ 20 എലൈറ്റിലെ സെക്കൻഡ് ജനറേഷൻ അല്ലേ? ഇത് ഡീസൽ ആണോ പെട്രോൾ ആണ്? സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ RC ഓണറിൽ വരുന്ന 42,000 കിലോമീറ്റർ മാത്രം ഓടിയ സ്റ്റിക്കർ അല്ല, ഒറിജിനൽ ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ്. സ്റ്റിക്കർ ഡോക്ടർ അല്ല. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു പറഞ്ഞത്? 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ? ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല പുതിയ രണ്ടാമത് മാറിയ ടയറുകളാണ്. ഓക്കെ, മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, നിലവിൽ കംപ്ലൈന്റുകൾ ഒന്നുമില്ല. 100% ഗ്യാരണ്ടി പറയാം. അത് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 46,000 കിലോമീറ്റർ 2020 സർവീസ് ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് എല്ലാം പക്കയാണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കിതിന് ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 580 ആണ് നമ്മൾ പ്രൈസ് ഇട്ടത്. 580 ഫുൾ ലോണിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് വീണ്ടും ഒരു ചെറുവാഹനാണ്, റെനോ കിഡ്. ഇത് 1000 cc ആണത്? 1000 cc ആണ് അല്ലേ? അപ്പൊ ഒന്നുകൂടി നമുക്ക് പെർഫോമൻസ് ഉണ്ടാവും.
അത്യാവശ്യം മൈലേജും കിട്ടും. മാനുവലും ആണ് വരുന്നത് ഇല്ല? മാനുവലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. RXT ആണ് അല്ലേ വരുന്നത്? വെറും 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അതാണ് അതിന്റെ ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ വണ്ടിയാണ് അല്ലേ? അതെ അതെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഇല്ല, ഒരു വർക്കും ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് നമുക്ക് 260. 260 അല്ലേ? നമുക്ക് ലോൺ ചെയ്യാം, ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാം. പാർട്ടി ആണെങ്കിൽ ചെയ്യാൻ പറ്റും. സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ക്ലിയർ ഉള്ള പാർട്ടിക്ക് ഫുൾ എമൗണ്ട് ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത സെക്കൻഡ് ഓണർ വണ്ടി. വെറും 28,000 കിലോമീറ്റർ. ഫസ്റ്റ് ടയർ ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ 28,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ വണ്ടി, ഫുൾ എമൗണ്ട് ലോണും ചെയ്യാം അല്ലേ? അതെ. ഇത് നമുക്ക് വീണ്ടും ഒരു പോളോ അല്ലേ? അതായത് ചെറിയൊരു ബഡ്ജറ്റ് നമ്പർ റെഡ് പരിചയം, ഇനി വൈറ്റ് വേണമെന്നുള്ളവർക്ക്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ 2015 മോഡൽ ഹൈലൈനിൽ വരുന്ന ഓപ്ഷൻ. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ആ സമയത്ത് വന്നത് ഹൈലൈൻ ആണ്. ഓക്കെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 90,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ, ഡീസൽ ഹൈലൈന് 15 മോഡൽ. അതെ. എത്ര ചോദിക്കുന്നു ഈ 420? 420 അല്ലേ? ഏകദേശം എമൗണ്ട് ഫുള്ളും നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ലോണും ചെയ്യാം. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്, ഹൈലൈൻ ആണ്, 15 മോഡൽ, സിംഗിൾ ഓൺഷിപ്പ് ആണ്. അടുത്ത വീണ്ടും നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് ഡീസൽ വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും ബോഡി ക്വാളിറ്റിയും ഏകദേശം ഒരു 18-20 മൈലേജ് ഒക്കെ കിട്ടുന്ന ഫോർഡ് ഫിഗോ ഡീസൽ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡലൊക്കെ വരുന്നത്? 2013 മോഡൽ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ടൈറ്റാനിയാണ് വണ്ടി വരുന്നത്. ഓക്കെ. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്ററിന് 152. എഞ്ചിന്റെ വർക്ക് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. എടുക്കുന്ന ആൾക്കാർക്ക് എഞ്ചിനെ കുറിച്ച് ടെൻഷൻ അടിക്കാനില്ല. ഓക്കെ. ഫുൾ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്ററിന് 152. മോഡൽ പറഞ്ഞ 2013 മോഡൽ വണ്ടി, മൂന്നാമത്തെ ഓണർ. എത്ര ഈ വാഹനത്തിന് ചോദിക്കും? 180 അല്ലേ? കേരള വണ്ടിയാണ്. അലൈ വീൽസ് കാര്യങ്ങൾ, എയർ ബാഗ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര പേരൊക്കെ ലോൺ ചെയ്യാൻ പറ്റും? ലോണ് കൂടുതൽ കിട്ടൂല. കമ്പനി നിർത്തിയ ഇതുള്ളതുകൊണ്ട് വലിയൊരു എമൗണ്ട് ലോൺ കിട്ടൂല. ചെറിയൊരു എമൗണ്ട് ഒക്കെ നമുക്ക് ചെയ്തു ഒരു 1 lakh വരെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം, ലോൺ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ബ്ലൂബെറിയിലായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മഞ്ചേരിയിൽ നിന്നും കേശ്ശേരി റൂട്ടിൽ ചെറിയ മൂച്ചിക്കലാണ്. നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ ബഡ്ജറ്റിലും അതുപോലെ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണിലൊക്കെ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ.